तेरा धड़ पे मेरा सर, हम पे तू करम कर दे, हम पे तू करम कर दे. ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓഫ് ദി ഡേ നോക്കിയാലോ. ഇന്ന് ഞാൻ നല്ല നൈസ് പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ചെറിയ ഉള്ളിയും കൂടി ചേർക്കണം കേട്ടോ. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിരവി തേങ്ങയും കൂടി ചേർത്തിട്ട് കുറച്ച് വലിയ ജീരകവും പിന്നെ പെപ്പറും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വലിയ ജീരകം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ചേർത്തിട്ട് 2 ഉള്ളി പിന്നെ ഒരു തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ചേർക്കാൻ വേണ്ടി പോകണം. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചു. ഞാൻ ചിക്കൻ നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാറുള്ളൂ. അപ്പം നമുക്കിത് ആ ചിക്കൻ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്തത് കൂടിപ്പോയതുകൊണ്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ വറുത്തരച്ച ചിക്കൻ കറിയിൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല, പക്ഷേ ഇതിപ്പോൾ ഉപ്പ് കൂടിപ്പോയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളിത് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിനായിട്ടോ. ഇപ്പോൾ ഇനി നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നൈസ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ വെള്ളം തിളപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള പാകത്തിന് ഞാൻ വെള്ളം വെച്ചിട്ട് ആദ്യം തിളപ്പിക്കാൻ വേണ്ടി പോവാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ നമ്മുടെ അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കണം. കറക്റ്റായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ മാവ് പൊട്ടിപ്പോകും കേട്ടോ. ഇപ്പോൾ എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ പത്തിരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം, എന്നിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി നൈസ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.